നമ്മുടെ വൈപ്പിൻ കണ്ടെയ്നർ റോഡ് വഴി വരുമ്പോൾ ഉള്ള ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ ഇത് ഏതാ സ്ഥലമെന്ന് മിക്കവർക്കും ഗസ് ചെയ്യാൻ പറ്റും. അതെ, ഇന്നത്തെ നമ്മുടെ യാത്ര കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ബസിലിക്ക പള്ളിയായ വല്ലാർപാടം പള്ളിയിലേക്കാണ്. ഇത് ചുമ്മാ ഒരു യാത്രയില്ല കേട്ടോ, കുറച്ച് നേർച്ചക്കടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വീട്ടാനായിട്ടാണ് ഈ ഒരു പള്ളി വിസിറ്റിൻ്റെ ലക്ഷ്യം. ഇവിടുത്തെ നേർച്ചകളെല്ലാം പ്രശസ്തമാണ്. പ്രധാനമായിട്ടും അടിമ നേർച്ച കഴിക്കാനും മറ്റുമാണ് നമ്മളിവിടെ വന്നത്. സോ നമ്മളിപ്പോൾ അടിമ കഴിക്കാൻ പോണേണ്. അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ഈ അടിമ നേർച്ച എന്ന് പറഞ്ഞാൽ സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കണമെന്നും ജീവിതാന്ത്യം വരെ നമ്മളെ തന്നെ മാതാവിന് സമർപ്പിക്കാമെന്നും പറഞ്ഞ് നേർച്ച നേരുന്ന ഒരു പ്രക്രിയ കേട്ടോ. ഇനി ഈ കാണുന്നത് നമ്മുടെ പള്ളിമുറ്റത്തുള്ള കുറച്ച് കാഴ്ചകളാട്ടോ. നമ്മുടെ ആഞ്ചലീന അവിടുത്തെ കിളികളുമായിട്ട് കംപ്ലീറ്റ് സെറ്റായിരുന്നു. അവിടെ നമ്മൾ നേരെ പോയത് നമ്മുടെ അടുത്ത നേർച്ച കഴിക്കാനാണ്. അത് ഈ പള്ളിമുറ്റവും മറ്റും അടിച്ചു വൃത്തിയാക്കുന്നൊരു നേർച്ചയായിരുന്നു. അതിനാവശ്യമായ ചൂൽ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ പോയി ഒരു ചൂലെടുത്ത് ആ പള്ളിമുറ്റവും അടിച്ചു വൃത്തിയാക്കുക, അത്രേ ഉള്ളൂ. ധാരാളം പേര് ആ സമയത്ത് അവിടെ നേർച്ച കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മളും പോയെടുത്ത് കയ്യിലൊരു ചൂല് ആ നേർച്ച കഴിക്കാൻ. പിന്നെ ഞാൻ നേർച്ചയെ പറ്റിയൊക്കെ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് താല്പര്യമുള്ളവർ മാത്രം കേട്ടാൽ മതി, അല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പോയിക്കോട്ടോ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇത് നമ്മുടെ പള്ളിയിലെ ഏറ്റവും പുരാതനമായ ഒരു കുടിവെള്ള സ്രോതസ്സാട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു കിണറാണ്. ഇവിടെ നിന്ന് വരുന്ന ജലം വിശ്വാസത്തോടെ കുടിക്കുന്നത് കൊണ്ട് ധാരാളം രോഗശാന്തികളും അത്ഭുതങ്ങളൊക്കെ ഉണ്ടായെന്ന് ഇപ്പോഴും വെളിപ്പെടുത്തലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം എടുത്തു പറയുന്നു, ഇതെല്ലാം ഓരോരുത്തരുടെ വിശ്വാസത്തെ അപേക്ഷിച്ചിരിക്കോട്ടോ. ഞാൻ ആരെയും ഒന്നിനും പ്രേരിപ്പിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം. ആ ഒരു സെൻസിൽ എടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ പള്ളി വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു പള്ളിയാണ്. അപ്പോൾ അതിൻ്റെ ചില ഓർമ്മകളെല്ലാം വളരെ ക്രിയേറ്റീവായിട്ട് അവരിവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. 1676 വെള്ളപ്പൊക്കത്തിൽ പള്ളി പൂർണ്ണമായും തകർന്നതും ഒഴുകിപ്പോയ മാതാവിൻ്റെ രൂപം വെള്ളത്തിൽ നിന്ന് പാളയത്തച്ഛൻ ഉയർത്തിയെടുത്തതും ആ വർഷം തന്നെ പള്ളി പുതുക്കി പണിത് രൂപം തിരിച്ചു നൽകി പ്രതിഷ്ഠ നടത്തിയതും അങ്ങനെ പോകുന്നു പള്ളിയുടെ ചരിത്രം. അങ്ങനെ നമ്മളിന്ന് പള്ളിയിൽ വന്ന ഉദ്ദേശം നടന്നു. നമ്മുടെ നേർച്ചയെല്ലാം കഴിച്ചു. പക്ഷേ പള്ളിക്കകത്തേക്ക് മാത്രം കയറാൻ പറ്റിയില്ല. കണ്ടിന്യൂസ്ലി കുർബാന നടക്കുമായിരുന്നു. അപ്പോൾ വളരെ ഹാപ്പി ആയൊരു യാത്ര ഇന്നിവിടെ അവസാനിച്ചു. ഇനി നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി നല്ലൊരു സൂര്യാസ്തമനം കൊണ്ട്. അപ്പോൾ ബൈ.